ഈ സാൽവേഷൻ എന്ന വാക്കിന്റെ റൂട്ട് വേർഡ് സോസോ എന്നാണ്. സോസോ എന്ന വാക്കിന്റെ അർത്ഥം സാൽവേഷൻ എന്ന ഗ്രീക്കിൽ. എന്നാൽ ആ വാക്കിന് 1-2-3 അർത്ഥം കൂടെ ഉണ്ട്. അടുത്ത അർത്ഥം ഹീലിംഗ് എന്നാ, അടുത്ത അർത്ഥം ഡെലിവറൻസ് എന്നാ, അടുത്ത അർത്ഥം പ്രൊട്ടക്ഷൻ എന്നാ. അപ്പൊ ഈ വാക്യം അങ്ങനെ ഒന്ന് വായിച്ചേ. ദ ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗോഡ് ടു സാൽവേഷൻ. ദ ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗോഡ് ടു ഹീലിംഗ്. ദ ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗോഡ് ടു പ്രൊട്ടക്ഷൻ. ദ ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗോഡ് ടു ഡെലിവറൻസ്. യു ക്യാൻ മെഡിറ്റേറ്റ് ഓൺ ദ ഗോസ്പൽ and deliver yourself. You can meditate on the gospel and heal yourself. You can meditate on the gospel and come out of the rut the devil has put you in the name of Jesus. നിനക്ക് സുവിശേഷം സ്വയം ധ്യാനിച്ച് സ്വയം വിടുവിക്കപ്പെടാം. നിനക്ക് സുവിശേഷം സ്വയം ധ്യാനിച്ച് നിന്റെ രോഗത്തിൽ നിന്ന് സൗഖ്യം നേടാം. കെന്നത്ത് ഹേഗൻ ഒരു ദിവസത്തിന്റെ കാര്യം മുന്നേ പറഞ്ഞല്ലോ. 16-ാമത്തെ വയസ്സിൽ ഒരു ഇൻക്യൂറബിൾ ബ്ലഡിന്റെ ഡിസീസും ഡീഫോംഡ് ഹാർട്ടും പുള്ളിക്കുണ്ടായി. ഡോക്ടർമാർ പറഞ്ഞു 1-2 മാസം കൊണ്ട് മരിച്ചു പോകുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ കടലിൽ കിടക്കുകയാണ്, രക്തം ഛർദ്ദിക്കും ഇടയ്ക്ക്. അപ്പുറത്ത് ഒരു ബൈബിൾ കിടപ്പുണ്ട്. 16 വയസ്സുള്ള പയ്യനാന്ന് ആലോചിക്കണം. എടുത്തിട്ട് കർത്താവിനോട് പറഞ്ഞു, ഇതിനകത്തുള്ളതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു, ഇതിൽ പറയുന്നതെല്ലാം നീ പറയുന്ന പോലെ ഞാൻ എടുക്കും. പുള്ളി വായിച്ചു വന്നപ്പോ മാർക്ക് 11:23 പുള്ളിക്ക് സ്ട്രൈക്ക് ചെയ്തു. നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടി പോകാന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുമെന്നുള്ള വാക്യം. പുള്ളി ഈ വചനം ധ്യാനിക്കാൻ തുടങ്ങി. ലഭിച്ചു എന്ന് വിശ്വസിപ്പിനെന്ന് അവിടെ എഴുതിയേക്കുന്നത്. പുള്ളി തന്നെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി, തന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പുള്ളി എത്ര വയസ്സ് വരെ ജീവിച്ചെന്നറിയോ? 86 വയസ്സ് വരെ ജീവിച്ചു. 70 വർഷത്തെ സഭാ ശുശ്രൂഷയിൽ ഒറ്റ സൺഡേ ആരാധന പോലും രോഗം നിമിത്തം മുടക്കിയില്ല. പുള്ളിക്ക് ഒരു രോഗവും ഇല്ലായിരുന്നു മരിക്കുന്നത് വരെ. കാരണം പുള്ളി ഓരോ തവണ രോഗം വരുമ്പോഴും ഈ വചനം ധ്യാനിക്കും, ന്യൂ കവനന്റിനെ ധ്യാനിക്കും, ക്രിസ്തുവിൽ താൻ ആരാണെന്ന് കൺഫസ് ചെയ്യും. രോഗത്തിന് പോയേ പറ്റൂ, ബന്ധനം അഴിഞ്ഞേ പറ്റൂ. ഇത് പവറാണ്. The prayer of faith shall save the sick എന്നാണ് ഇംഗ്ലീഷിൽ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, അവിടെ സേവ് എന്ന് എഴുതിയേക്കുന്ന വാക്ക് കണ്ടോ? ആ വാക്ക് തന്നെയാണ് നമ്മള് റോമർ 1:16 സാൽവേഷൻ എന്ന് വായിച്ചത്. അതിന് സൗഖ്യം എന്നർത്ഥമുണ്ട്.